ഇന്ന് പുണ്യ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവായേക്കാം. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികമായ വിഷമമുണ്ട്. ഇത്ര പെട്ടെന്ന് റമദാൻ കഴിഞ്ഞുപോയോ പടച്ചോനെ? ഒരാഴ്ച മുമ്പ് റമദാൻ തുടങ്ങിയതുപോലെ അത്ര പെട്ടെന്ന് തീരുകയാണ് അല്ലേ? ഞാൻ റമദാൻ അനുകൂലമായോ എനിക്ക്? ഇനിയൊരു റമദാൻ എനിക്ക് ഉണ്ടാവുമോ? ഇതെൻ്റെ അവസാനത്തെ റമദാൻ ആകുമോ? ആ ഒരു പേടി നമ്മുടെ കൽബിൽ വേണം കേട്ടോ. ഇന്ന് 23-ാമത്തെ രാവാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി. മനസ്സറിഞ്ഞ് ഒരു സൂറത്ത്, ചെറിയ സൂറത്താണ്, നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഹൃദ്യമായി നിങ്ങൾ ഓതിയാൽ ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ഈമാനിന് കേടുപാട് പറ്റില്ല. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും, നരകത്തിൽ നിന്ന് മോചനം തരും. അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ ഈ ഒരൊറ്റ സൂറത്ത് മതി. ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്. മുഴുവനായി കാണുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാളെങ്കിലും നമ്മൾ കാരണം നന്മയിലേക്ക് വന്നാൽ അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ റമളാൻ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു വേദനയാണ് മനസ്സിൽ അല്ലേ? പുണ്യ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കാം അടുത്ത വെള്ളിയാഴ്ച രാവ്. ചിലപ്പോൾ പെരുന്നാൾ രാവാകാൻ സാധ്യതയേറെയാണ്. അള്ളാഹുവിൻ്റെ ഖള എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് അവസാനത്തെ വെള്ളിയാഴ്ച രാവായി തന്നെ പരിഗണിച്ചിട്ട് കൂടുതൽ നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പടച്ചോനെ, ഇനിയൊരു റമളാൻ എനിക്കുണ്ടോ അല്ലാ? കഴിഞ്ഞ കൊല്ലം സ്വബാഉൽ ഖൈറിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരൊന്നില്ല, ഖബറിൻ്റെ ഉള്ളിലാണ്. അവർക്കൊക്കെ റമളാൻ കിട്ടിയിട്ടുണ്ടോ നമുക്കറിയാൻ പാടില്ല. ഈ റമളാൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത റമളാനിന് മുമ്പ് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് മനസ്സൊന്ന് തുറക്കണം റബ്ബിനോട്. പടച്ചോനായിട്ടൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ സമയം കണ്ടെത്തണം കേട്ടോ. പടച്ചോനോടൊത്തൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ. നമ്മൾ പറഞ്ഞില്ലേ അത് മുമ്പ്, തഹജ്ജുദിൻ്റെ നേരത്തൊക്കെ എൻ്റെ റബ്ബ് എന്നെ കാത്തിരിക്കുന്ന നിമിഷമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ റബ്ബുമായി ഒന്ന് സംസാരിക്കാൻ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാവുകളൊക്കെ വരുമ്പോൾ പടച്ചോനോടൊപ്പം ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ. നിങ്ങൾ മക്കളോടൊപ്പം നിങ്ങൾ കൊതിക്കണില്ലേ? എൻ്റെ മക്കളോട് കൂടെ ഒന്ന് ഒരുമിച്ചിരിക്കാൻ. നിങ്ങളുടെ ഭർത്താവിനോടുകൂടെ ഭാര്യയോടുകൂടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ കൊതിക്കണില്ലേ? എന്നാൽ ഇവരെയൊക്കെ നമുക്ക് തന്ന, നമ്മളെ പടച്ച 70 ഉമ്മമാരേക്കാൾ നമ്മളെ സ്നേഹിക്കണം. ലോകത്താരും നമ്മൾ അതുപോലെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ആ റബ്ബുമായിട്ടൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ? എന്നിട്ട് എൻ്റെ റബ്ബിനോട് നീ ഒന്ന് പുറത്ത് തവടച്ചോനെ, നീ ഒന്ന് പുറത്തു തരണം കേട്ടോ അല്ല. നീ അല്ലാതെ ആരാണല്ല എനിക്ക് പുറത്തു തരാൻ? എനിക്ക് റമളാനൊന്ന് അനുകൂലാക്കി തരണേ അല്ല എന്നൊന്ന് ദുആ ചെയ്യാതെ ഈ റമളാൻ കടന്നു പോകാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു بك من النار. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. കരുണക്കടലായ റബ്ബ് പാപമോചനം സിദ്ധിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത് പുണ്യ റമളാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 23-ാമത്തെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൽബൊന്ന് തുറന്നു വെക്കണം. പടച്ചവനോടൊപ്പം ഒറ്റയ്ക്കിരിക്കാൻ ഇന്നെങ്കിലും ഞാൻ ശ്രമിക്കുമെന്ന ബോധ്യം വേണം.
ധാരാളം ധാരാളം ഇബാദത്തിൽ മുഴുകണം. മനസ്സിൽ അല്ല മാത്രം അല്ലേ? ഒന്ന് പാടിക്കേ. അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അല്ല വരട്ടെ കൽബിൽ. എങ്ങനെ വരണം? സ്നേഹത്തോടെ. പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കേണ്ടടോ. ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ അപ്പാനെ സ്നേഹിക്കണത് പോലെ എൻ്റെ റബ്ബിനെ സ്നേഹിക്കണം. പാമ്പിനെ പേടിക്കണത് പോലെയല്ല അല്ലേ? പാമ്പിനെ കാണുമ്പോഴുള്ള വികാരം എന്താ? പേടി മാത്രമേ ഉള്ളൂ നമുക്ക്. പാമ്പ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. അല്ലാണ്ട് പാമ്പിനെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമോ? നമുക്കതിലും വലിയ പേടിയാണ് പടച്ചവനെക്കുറിച്ച് പറയുമ്പോൾ. എന്നെ നരകത്തിലേക്ക് ഇടാൻ പോണ. അങ്ങനെയല്ലടാ. പാപ്പാനെ സ്നേഹിക്കണത് പോലെ. എനിക്ക് അവൻ എന്ത് പ്രശ്നം തരുന്നുണ്ടെങ്കിലും അത് എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള നാഥനാണ്. 70 ഉമ്മാനേക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബ്, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ മക്കളെക്കാൾ, എൻ്റെ ഉമ്മയേക്കാൾ, സർവസ്വത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നൊരു നാഥൻ എനിക്കുണ്ട്. ആ തിരിച്ചറിവിൽ വേണം ഈ ദ്വാ ഒക്കെ ചൊല്ലാൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം. നമുക്കിത് അറിയുന്ന സൂറത്താണ്, നമ്മളെന്നും ഓതുന്ന സൂറത്താണ്. പക്ഷെ അങ്ങനെ പഠിച്ചാൽ പോരാ. അതിൻ്റെ മഹത്വങ്ങൾ അറിയണം. അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതമാണ്. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഖദർ തന്നെ പോലെ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓതിയതാണ്. എല്ലാ ദിവസവും ഓതുന്നതാണ്. ഒരു തവണ നമ്മൾ രാത്രി ഓതുന്നതാണ്. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടാൻ ഓതുന്നതാണ്. അത് മാത്രം പോരാ. നമുക്ക് എന്താണ് അതിൻ്റെ മഹത്വം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഓതണം. ഒന്ന് പഠിക്കണ്ടേ? ഒരു തവണ ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ സൂറത്താണ്. ഇതിൻ്റെ ആശയമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ രാത്രിയിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി. തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ. അള്ളാഹു സുബ്ഹാന ലൈലത്തുൽ ഖദറിൻ്റെ മാലാഖമാരെയും ജിബ്രീലിനെയും ഒക്കെ ഇറക്കുന്ന മനോഹരമായ രാത്രി. നേരം വെളുക്കുന്നത് വരെ സമാധാനമുള്ള രാത്രി. ആ രാത്രിയിൽ നമ്മൾ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ സയ്യിദുന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ ഖദർ, ആരെങ്കിലും ലൈലത്തുൽ ഖദർ സൂറത്തുൽ ഖദർ ഓതിക്കഴിഞ്ഞാൽ ഉഅ്തിയ മിനൽ അജ്രി കമൻ സ്വാമ റമദാൻ വ അഹ്യ ലൈലത്തുൽ ഖദർ. സുബ്ഹാനല്ലാഹ്. റമദാൻ മുഴുവൻ നോമ്പെടുത്ത കൂലി, റമദാൻ മുഴുവൻ നോമ്പെടുത്തതുപോലെ ഒരു കൂലി, ലൈലത്തുൽ ഖദർ മുഴുവൻ ഹയാത്താക്കിയതുപോലൊരു കൂലി. എന്നാണ് ലൈലത്തുൽ ഖദർ നമുക്കറിയില്ല. പക്ഷേ ലൈലത്തുൽ ഖദർ ഹയാത്താക്കിയ കൂലി അള്ളാഹു നമുക്ക് തരികയാണ്. ഈ സൂറത്തുൽ ഖദർ ഒരു തവണ മനസ്സറിഞ്ഞൊന്ന് ഓതിയാൽ. നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ മനസ്സൊന്നും അറിഞ്ഞ് ഓതൂല. അതുകൊണ്ട് ധാരാളം ഓതുക അല്ലേ? ഇന്നിപ്പോൾ 23-ാം രാവ്, നാളെ 24-ാം രാവ്, 25-ാം രാവ്, 26-ാം രാവ്, 27-ാം രാവ്, 28-ാം രാവ്, 29-ാം രാവ്, 30 ഉണ്ടെങ്കിൽ 30-ാമത്തെ രാവ്. ഇതൊക്കെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളാണ്. പ്രതിഫലം അറിഞ്ഞ് ഓതാൻ കഴിയണം ഇല്ലേ? തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, ആരെങ്കിലും 100 തവണ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ. അങ്ങനെ 100 തവണ. എത്ര നേരം വേണം 100 തവണ ഓതാൻ? അരമണിക്കൂർ വേണോ? അതിൻ്റെ ഇടയിൽ വേറെ പണിക്കൊന്നും പോകരുത്. 10 ഓതിയിട്ട് ചായ ഒപ്പിക്കാൻ പോകരുത്. ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മനസ്സറിഞ്ഞിട്ട് കബിമുഖമായിരുന്ന് നല്ല നീയച്ചിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. കൽബിൽ ആര് വേണം? അല്ല വേണം. കൽബിൽ അല്ല വേണം അല്ലേ? മനസ്സറിഞ്ഞൊന്ന് ഓതിയൊക്കെ എന്താ കിട്ടുക? 100 തവണ ഓതിക്കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇസ്മുൽ ആളം അള്ളാഹു ഇട്ട് തരും. അള്ളാഹുവിൻ്റെ 99 അസ്മാകളിൽ ഇസ്മുൽ ആളം ഒന്നുണ്ട്. ആ ഇസ്മ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. ആ ഇസ്മ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു എല്ലാം തരും, എന്തും തരും. അപ്പോൾ ആ ഇസ്മ കൽബിലേക്ക് പടച്ചോൻ ഇട്ട് തരും. ഇഖ്ലാസോടെ റബ്ബിനെ പ്രണയിച്ച് 100 തവണ, വെറും 100 തവണ ഈ സൂറത്ത് ഓതുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകിട്ട് നമുക്ക് 5:30 മണിക്കുള്ള മജ്ലിസിൽ
നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 100 തവണ ഓതണം. നമുക്ക് ഇതിൽ 11 തവണ ഓതുക. അപ്പോൾ എല്ലാവരും കൂടെ 11 തവണ ഓതുമ്പോൾ അൽഹംദുലില്ലാ ആയിരക്കണക്കിന് തവണയാവൂലേ. കാരുണ്യവാനായ റബ്ബ് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. 5:30 മണിക്ക് ആരും മുങ്ങരുത്, എല്ലാവരും ഉണ്ടാവണം കേട്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു മഹത്വം, ഒരാൾ മരിച്ചുപോയാൽ അവനെ ഖബറടക്കുന്ന സമയത്ത് ആ ഖബറിൽ നിന്നൊരു പിടി മണ്ണ് വാരിയെടുത്തിട്ട് ആ മണ്ണിലേക്ക് 7 തവണ സൂറത്തുൽ ഖദർ പാരായണം ചെയ്തിട്ട് ഊതിയാൽ, എന്നിട്ട് ആ മണ്ണ് ഖബറിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ കഫൻ തുണിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കുക. ഖബറിൻ്റെ അദാബിൽ നിന്ന് അവന് സുരക്ഷിതത്വമുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കാൻ. ഖബർ ശിക്ഷയിൽ നിന്ന് പോലും രക്ഷയാണ്. എത്ര ആളുകൾ ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ഇതറിയാം അല്ലേ? ചെയ്ത നമ്മളെ പഴഞ്ചനാക്കും. നമ്മൾ പഴഞ്ചനാണ്. ഇസ്ലാം ദീൻ പഴഞ്ചൻ മതമാണ്. ഇത് പഴഞ്ചൻ മതമാണ്. ആ പഴഞ്ചൻ ബോധ്യത്തിലുള്ളവർ ചെയ്തോട്ടെ. ബിദ്അത്തുകാരൊക്കെ അങ്ങോട്ട് മാറിക്കട്ടെ. ഇമാമിങ്ങൾ പഠിപ്പിക്കണ കാര്യമല്ലേ. സൂറത്തുൽ ഖദർ ഒരത്ഭുതമാണ്. മറ്റൊരു പ്രത്യേകത, നമുക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ, ഇനിയിപ്പോൾ നമ്മളൊക്കെ ജനിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമുക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ, നമ്മുടെ പേരക്കുട്ടികൾക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തൊക്കെ കൊടുത്തിട്ട് വലത്തെ ചെവിയിൽ 1 തവണ സൂറത്തുൽ ഖദർ ഓതി കൊടുക്കുക. ഒരേ ഒരു തവണ മതി. ഇഖ്ലാസോട് ഓതിക്കോ. അല്ലാഹു റബ്ബുൽ ആലമീൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കും. എത്ര മക്കളാണെന്ന് കണ്ണി കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത് അല്ലേ? മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല. എന്ത് മതം നോക്കിയാലും ഹറാം തന്നെയല്ലേ. ഇനി ഇസ്ലാം മതത്തിൽ തന്നെ ഒരുത്തൻ്റെ പിന്നാലെ പ്രേമിച്ചിടന്നാലും ഹറാമല്ലേ? മാതാപിതാക്കൾക്ക് വല്ല വിലയും കൊടുക്കുന്നുണ്ടോ? കൂട്ടുകാരാണ് വലുത് എന്നാണ്. അങ്ങനെ ഒരു മോശം സ്വഭാവത്തിൽ നിന്ന് മക്കൾ രക്ഷപ്പെടാൻ വലത്തെ ചെവിയിൽ ജനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? സൂറത്തുൽ ഖദർ ഓതി കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞിന് പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പോലും രക്ഷ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ അഇമ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ വിഷയം കുഞ്ഞ് ജനിച്ച ആളുകൾ, ജനിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനി മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. കുഞ്ഞു മക്കളൊക്കെ പരീക്ഷ എഴുതുന്ന സമയം, SSLCക്ക് പോകുന്നു, മറ്റു പല എക്സാമുകൾക്കും പോകുന്നു. അവരിറങ്ങുന്ന സമയത്ത് ഈ സൂറത്തുൽ ഖദർ 1 തവണ മനസ്സറിഞ്ഞ് ഓതിയിട്ട് ഇറങ്ങിക്കോട്ടെ. അവരെന്തിനാണോ പോണത് ആ കാര്യം അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. അവർക്കവിടെ വിജയം തരും. ജോലി ഹൈറാണെങ്കിൽ അള്ളാഹു അത് കൊടുക്കും. ഒരപകടവും കൂടാതെ തിരിച്ചെത്താൻ പോലും ഈ സൂറത്ത് സഹായിക്കും എന്നാണ്. ഇതിലപ്പുറം എന്താ വേണ്ടത്? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്തു കൊടുക്കുക. അക്കൂട്ടത്തിൽ എപ്പോഴും പറയുന്നൊരു സംഗതി ആട്ടോ, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം കിട്ടാനായിട്ട് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് 2 നമ്പർ കാണുന്നില്ലേ? പാവപ്പെട്ട 2 മനുഷ്യന്മാരുടെ കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം, അതുപോലെ തന്നെ ഒരു ഉസ്താദിൻ്റെ കടബാധ്യത. ഇത് 2 മനസ്സിൽ വെച്ചിട്ട് ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിലും മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ഹദിയ ചെയ്തോ. നിങ്ങളൊന്നും നഷ്ടാവില്ല കേട്ടോ. അള്ളാഹു എത്രയോ ഇരട്ടി തരാൻ കഴിയുന്നവനാ. ദുനിയാവ് ആഖിറൊക്കെ കിട്ടാൻ അത് മതിയില്ലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അത് നിമിത്തം അള്ളാഹു ഔന്നിത്യത്തിൽ നല്ല വിജയത്തിലെത്തിക്കുമാറാകട്ടെ. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് സൂറത്തുൽ ഖദർ 1 തവണ ഓതുക. ഇനി മറ്റൊരു പ്രത്യേകത, മുത്തുനബിയെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ അല്ലേ? പുണ്യമദീന പള്ളിയിൻ മൂലയിൽ തെങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി. ആ പാട്ടിങ്ങനെ വായിന്ന് പോണില്ല അല്ലേ? എപ്പോഴും ആ പാട്ടാണ്. എനിക്കാണെങ്കിൽ ഈ ഓട്ടമൊക്കെ കൂടിയതുകൊണ്ട് മൊത്തം തൊണ്ടയും മൂക്കൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാടാനും പറ്റണില്ല. പക്ഷെ എന്നിട്ട് പോലും ആ പാട്ടിങ്ങനെ വായിൽ ഓടിക്കളിക്കുകയാണ്. പുണ്യമദീന പള്ളിയിൻ മൂലയിൽ തെങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തെങ്ങലുമാറ്റിയതോർത്തു കരയും അഭിഞാനാണ്. ആ മുത്തുനബി ഈന്തപ്പന കൊണ്ട് നിർമ്മിച്ച മിമ്പറിനെ പോലും ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹബീബേ അങ്ങ് എൻ്റെ കനവിൽ വരില്ലേ നബിയെ? കാണാൻ കൊതിയാണ് തങ്ങളെ. അങ്ങയൊന്ന് കനവിൽ കാണണം. മുത്തുനബിയെ കാണാൻ കൊതിയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ എപ്പോഴായിക്കോട്ടെ 1000 തവണ സൂറത്തുൽ ഖദർ ഓതിയിട്ട് അള്ളാഹിനോട് ഇതായിരുന്നോ? വെള്ളിയാഴ്ച രാവാണ് ഏറ്റവും നല്ലത്. 1000 തവണ ഓതിയിട്ട് അള്ളാഹിനോട് ഇതായിരുന്നോ? നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മുത്തായ തങ്ങളിങ്ങനെ കനവിൽ കാണും. മുത്തിനെ കനവിൽ കാണൂടോ, അതിലപ്പുറം എന്താ വേണ്ടത്? ഇതിപ്പോൾ റമദാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാവും വെള്ളിയാഴ്ച രാവും കൂടി ഒരുമിച്ച് കിട്ടിയേക്കല്ലേ? മനസ്സറിഞ്ഞൊരു 1000 തവണ ഓതാൻ പറ്റിയ അൽഹംദുലില്ലാ. നിർബന്ധിക്കുന്നൊന്നുമില്ല. മുത്തിനെ കാണാൻ കൊതിയുള്ള ഒരു ഓതി നോക്ക്, അള്ളാഹ് കാണിച്ചു തരും. മരിക്കണതിന് മുമ്പ് കാണും. ആ കാഴ്ച കണ്ട പിന്നെ നിങ്ങൾ നരകത്തിൽ പോവോ മക്കളെ? എൻ്റെ ഹബീബിനെ കണ്ടാൽ ആ കണ്ട് പിന്നെ അള്ളാഹു നരകത്തിലിടുമോ? അപ്പോൾ ചോദിക്കുക, അബൂജഹൽ കണ്ടില്ലേ? ഇല്ലടാ, അബൂജഹൽ കണ്ടിട്ടില്ല. അബൂജഹലും ഉത്തുബത്തും ഷെയ്ബത്തും കണ്ടത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെയാണ്. ഞാൻ കാണുന്നത് എൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തുനബിയെ കാണണം, അബ്ദുള്ളയുടെ മുൻ മുഹമ്മദിനെയല്ല, എൻ്റെ ഹബീബിനെ കാണണം. ആ പ്രണയം വേണം. പുത്തൻവാദികൾ പറയുന്നത് പോലെ മുഹമ്മദ് എന്നൊരു മെസ്സഞ്ചർ, ഒരു പോസ്റ്റ്മാൻ്റെ ഡ്യൂട്ടിയുള്ള അങ്ങനത്തെ ഒരു മനുഷ്യനെയല്ല, അള്ളാൻ്റെ ഹബീബിനെയാണ് ഞാൻ കാണുന്നത്. ഖുറത്തു ഐനി, എൻ്റെ കണ്ണിൻ്റെ കരളിൻ്റെ കഷ്ണമായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൺകുളിർമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തിനെ കാണാൻ കൊതിക്കുന്നവർ ഇന്നത്തെ രാത്രി 1000 തവണ ഓതിക്കോ. മരിക്കണതിന് മുമ്പ് അള്ളാഹു കാണിച്ചു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് മരിക്കുന്നത് വരെ സത്യസന്ധന്മാരായി ജീവിക്കണം. നിങ്ങൾ സത്യസന്ധന്മാരായാൽ, സത്യസന്ധകളായാൽ നിങ്ങളുടെ മക്കളൊക്കെ നന്നാവൂലേ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും സൂറത്തുൽ ഖദർ പതിവാക്കുക. നിങ്ങളെ കൊണ്ട് ഒരു തവണയാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് സൂറത്തുൽ ഖദർ പതിവാക്കിക്കോ. നിങ്ങൾക്ക് അല്ലാഹു സത്യസന്ധരായി ജീവിക്കാനുള്ള തൗഫീക്ക് തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു പ്രത്യേകത, വുളു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദുആ ഉണ്ട് അല്ലേ? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തത്വഹിരീൻ. ഈ ദുആ കൃത്യമാക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാൻ പറ്റും എന്നാണ്. എന്നാൽ ആ ദുആയിന് ശേഷം ഒരായത്തുൽ കുർസി ഓതൊരു സുന്നത്തുണ്ട്. ആ ആയത്തുൽ കുർസി ഓതിയിട്ട് ഒരു തവണ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതുക. എന്താ സംഭവിക്കാമെന്നറിയോ? സുദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും. ആരാ സുദ്ദീഖീങ്ങളുടെ നേതാവ്? സയ്യിദുനാ അബൂബക്കറിന് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും. അതിലപ്പുറം എന്ത് ഭാഗ്യമാണോ വേണ്ടത്? അബൂബക്കർ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടന്നാൽ അവർക്ക് ലയിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സ്വർഗീയ അനുഭൂതി ഏതാ? നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നൂറ് മുഹമ്മദ് ആസ്വദിച്ചിരിക്കാന്നാണ്. ആ നൂറിങ്ങനെ നോക്കി ലയിച്ചിരിക്കുക. അല്ലാഹ്, ഇന്ന് മൊത്തം കരച്ചിലാണ് മനസ്സ്. അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എൻ്റെ ഹബീബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൊത്തം ഇങ്ങനെ മനസ്സ് വേറെ ഏതോ ലോകത്താണ്. അല്ലാഹ്, സത്യമായിട്ടും എനിക്കൊന്നും പറയാൻ പോലും പറ്റണേ. വല്ലാത്തൊരു മാനസികമായ സന്തോഷം. അള്ളാഹിനോടും മുത്തുനബിയോടൊക്കെ പ്രണയം തോന്നുമ്പോഴേ ഉറുമ്പിനെയൊക്കെ പുന്നാരിക്കാൻ തോന്നും. സത്യമായിട്ടും 8 കാലിയെ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ അടിച്ചു കൊല്ലാൻ തോന്നുന്ന സമയത്ത്, ഈ അള്ളാഹിനോടും റസൂലുള്ളാഹിനോടൊക്കെ പ്രണയം തോന്നുന്ന സമയത്തെ 8 കാലിയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഹബീബിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തൊരു 8 കാലിയുണ്ട് അല്ലേ? ഗാർ സൗറിൽ എൻ്റെ ഹബീബും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും വിശ്രമിക്കുമ്പോൾ 8 കാലി ഓടി വന്ന് വല നെയ്തിട്ടാണ് എൻ്റെ ഹബീബിന് സുരക്ഷ ഒരുക്കിയത്. 8 കാലിയോട് പോലും എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട്. അള്ളാഹിനോടും മുത്തുനബിയോടും മഹബത്ത് ഇങ്ങനെ കൂടുമ്പോൾ 8 കാലി, ആഹാ, വല്ലാത്തൊരു സന്തോഷം. എനിക്ക് ചില സമയത്തൊക്കെ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ അള്ളാഹിനോടൊപ്പം ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയുമ്പോഴേ എന്നെ ഒരുപാട് ദ്രോഹിച്ച കുറേ മനുഷ്യന്മാരുണ്ട്. ചില പച്ചത്തെറി വിളിച്ച കുറേ മനുഷ്യന്മാർ. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് പണം വാങ്ങിക്കൊണ്ടുപോയ കുറേ മനുഷ്യന്മാരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ ഇപ്പം തരാം എന്ന അത്യാവശ്യത്തിന് നമുക്ക് അത്ര വിശ്വസ്തരായ ആളുകൾ, എന്നിട്ട് തരാതെ എന്നെ ചീത്ത പറഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നും. സത്യം, ഹൽക്കുള്ളയായി കാണുന്നത് അള്ളാൻ്റെ പടപ്പല്ലേ, ഞാൻ എന്തിനാ അവരെ വെറുക്കണേ? അള്ള ഉദ്ദേശം അവർ തരും. വല്ലാത്തൊരു സ്നേഹം. അതാണ് നമ്മുടെ മനസ്സിൽ റബ്ബും അള്ളാൻ്റെ ഹബീബും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരോടും വിരോധം തോന്നൂല്ലോ. ഒരു 8 കാലിനോട് പോലും സ്നേഹം തോന്നും, ആരോടും വിരോധം തോന്നില്ല. അള്ളാൻ്റെ ശത്രുക്കളോട് ദേഷ്യം തോന്നും, അത് അള്ളാഹുവിന് വേണ്ടി. മുത്തുനബിയുടെ ശത്രുക്കളോട് വിരോധം തോന്നും, അത് അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹം മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടി. മനസ്സിലായോ? അങ്ങനെ ജീവിച്ചെന്ത് രസമാണ് അല്ലേ? അപ്പോൾ വുളു എടുത്തിട്ട് ദുആന് ശേഷം ആയത്തുൽ കുർസിക്ക് ശേഷം ഒരു തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഹലാലായ സമ്പത്ത് വേണം, ദാരിദ്ര്യമില്ലാതെ ഹലാലായ സമ്പത്ത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കണം. കൊതിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തവണ സൂറത്തുൽ ഖദ്ർ ഓതിക്കോ. ഒരു തവണ 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ടേ ഒരു തവണ സൂറത്തുൽ ഖദ്ർ ഓതാൻ നിങ്ങൾക്ക് പറ്റൂലേ? അതങ്ങ് ഓത്. അള്ളാഹു ഹലാലായ സമ്പത്ത് തരും. വീട് പണിയുണ്ട് ഉസ്താദെ, പലിശക്കെടു, ആ വാക്ക് മിണ്ടിപ്പോരുത്. ഹറാമായൊരു സംഗതിയിലേക്ക് ഞാൻ പോകുന്നു പോലും പറഞ്ഞു പോരുത്. പിന്നെന്തിനാ റബ്ബ്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, അവൻ തരും. അവൻ പരീക്ഷിക്കും എന്നെ. ഞാൻ എന്തോരം പോകുന്നു നോക്കാനായിട്ട് അവൻ പരീക്ഷിക്കും. പക്ഷെ അവൻ തരും എനിക്ക്, അവനെന്നെ കൈവിടൂല. ആ ബോധ്യം ഉണ്ടാവട്ടെ. നിങ്ങൾ ഓതിക്കോ. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു തവണ സൂറത്തുൽ ഖദ്ർ ഓതിക്കോ.
ലൈഫ് സെറ്റാണ്. പിന്നെയോ ഇപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണ്. ആ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒരു തവണ ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതിയാൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം നമുക്ക് ബർക്കത്തായിരിക്കും. കച്ചവടത്തിലും തൊഴിലിലൊക്കെ ബർക്കത്ത്. ഇനി ഹവാസുൽ ഖുർആനിലൊക്കെ കാണാം, ഒരു 36 തവണ ഈ സൂറത്ത് ഓതിയിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം നിങ്ങളുടെ പുതിയ വസ്ത്രത്തിലൊക്കെ ഒന്ന് കുടയുക അല്ലേ, തടവാന്നല്ല, കുടയുക, അല്പം കുടയുക. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ പുതുവസ്ത്രത്തിൽ ചെറുതായിട്ടൊന്ന് കുടയുക. മൊത്തമുള്ള ബർക്കത്ത് തരും. കച്ചവടത്തിലും കുടുംബത്തിലും ഭക്ഷണത്തിലും റിസ്ക്കിലുള്ള അഭിവൃദ്ധി വരും. ഭക്ഷണം മുട്ടൂല, ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാവില്ല കേട്ടോ. മനസ്സിലായി? ആ വസ്ത്രം ഉപയോഗിക്കുന്നതുവരെ എനിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അള്ളാഹു വല്ലാത്തൊരു കാവലത്തിൽ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമുക്കിന്ന് നല്ല നെയ്യത്തിൽ ഈ ലൈലത്തുൽ ഖദ്റും പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിലും റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാകാൻ സാധ്യതയുള്ള ഈ രാവിലും നമുക്കൊരു 100 തവണ സൂറത്തുൽ ഖദ്ർ ഓതിക്കൂടെ? എന്തായാലും തടസ്സം തൊട്ടാ അള്ളാഹ്ക്ക് വേണ്ടി അങ്ങ് ഓന്നതിനിപ്പോൾ എന്താ തടസ്സം? ഉറങ്ങാൻ നേരത്ത് കെട്ടിയോനും അല്ലെങ്കിൽ കെട്ടിയോളൊക്കെ ഉറങ്ങിക്കോട്ടെ. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ പടച്ചോന് വേണ്ടി എണീറ്റിരിക്കണോ? എന്നിട്ട് അള്ളാഹ് കൽബിലുണ്ടായിരിക്കുമെന്ന് ഓതിയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം 5:30 നമുക്ക് ഒരുമിച്ചൊരു 11 പ്രാവശ്യമെങ്കിലും ഓതണം. എല്ലാവരും കൂടെ ഓതുമ്പോൾ പടച്ചോൻ അതങ്ങ് സ്വീകരിക്കുന്നേ. ഒരാളെങ്കിലും ഇഖ്ലാസോട് ഓതിയാൽ പോരെ, നമ്മളതിൽ പെടൂലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. അത് ആരും മുങ്ങരുത് കേട്ടോ. നമുക്ക് തൗബ കൂടെ ചെയ്യണം. തൗബയുടെ ഒരു രൂപം കൂടെ നമുക്കതിൽ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ദ്വാരക്കണം. അള്ളാഹു കബൂൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. നേരിട്ടല്ലെങ്കിലും നമ്മൾ റൗളയിലെത്തുക നമ്മുടെ സ്വലാത്തുകൊണ്ടേ മുത്തുനബി കാണുകയാണ് നമ്മളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്ന് കഴിയുന്നവരൊക്കെ ഒരു 33 തവണ ഏത് സ്വലാത്ത് ചൊല്ലണം? സ്വലാത്തുൻ നാരിയ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ തമ്മ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂം 33 ടൈംസ് 33 തവണ ചൊല്ലാൻ പറ്റൂല നിങ്ങൾക്ക്? ഇത് ചൊല്ലിയുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അല്ലാഹു റിസ്ക് ഇറക്കിത്തരും. നിങ്ങൾക്ക് ആകാശത്തുനിന്ന് പടച്ചോൻ റിസ്ക് ഇറക്കിത്തരും. നിങ്ങളുടെ കാര്യം അല്ലാഹ് ഏറ്റെടുക്കും. റമദാൻ അല്ലാഹ് നിങ്ങളുടെ കയ്യിലങ്ങ് തരും. ഇതിലപ്പുറം എന്താ വേണ്ട നമുക്ക്? ലൈലത്തുൽ ഖദ്ർ എന്നാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് പടച്ചോൻ അങ്ങ് തരും. അത്ര ഇഷ്ടമാണ് അല്ലാഹ്ക്ക് മുത്ത് ഹബീബിൻ്റെ സ്വലാത്ത് ചെല്ലല്. തീ കരിച്ച് കളയുന്നത് പോലെ നമ്മുടെ ടെൻഷൻ കരിച്ച് കളയുന്ന സ്വലാത്ത്, നമ്മുടെ പ്രയാസങ്ങൾ പാപങ്ങളൊക്കെ കരിച്ച് കളയുന്ന സ്വലാത്താണ്. നഷ്ടപ്പെടുത്താതെ ചൊല്ല. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ വിയർപ്പ് വടിച്ച് കുപ്പിയിലാക്കിയ ആ മഹദിയുടെ പേരെന്താണ് അല്ലേ? നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിയാണെന്ന് പറഞ്ഞില്ലേ, ഉമ്മു സുലൈം ബീവി. ഉമ്മു സുലൈം ബീവിയുടെ മകൻ മുത്തുനബിയുടെ ഖാദിമാണ്, സേവകനായിരുന്നു നമ്മൾ പറഞ്ഞു. പേരെന്താണെന്ന് ചോദിച്ചു. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബിക്ക് എത്ര വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? എത്ര കൊല്ലാണ് സേവനം ചെയ്തത്? ഉഷാറല്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖായിബാക്കല്ലേ അല്ലാ. ഇതിൻ്റെ മിഥില് സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, പൊറുക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. ഒരുപാട് റമദാനുകൾ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, നിൻ്റെ മുത്തഖീങ്ങളാകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങൾ
ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ചിലവിന് പോലും തരാത്ത ഭർത്താക്കന്മാരുണ്ടെന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. എല്ലാവരെയും നന്നാക്കണേ അല്ലാ. ഇണകളെ നേർവഴിയിലാക്കണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഒരുപാട് മക്കൾ SSLC അടക്കം ഒരുപാട് എക്സാമുകൾ എഴുതുന്നുണ്ട്. ഉന്നത വിജയം നൽകണേ അല്ലാ. നീ ഞങ്ങളുടെ കുടുംബത്തെ തോൽപ്പിക്കല്ലേ അല്ലാ. എല്ലാ മേഖലയിലും ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് ഉപകാരമുള്ളവരാക്കണേ അല്ലാ. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. നേർവഴിയിലാക്കണേ അല്ലാ. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഒരുപാട് ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. കരുണക്കടലായ റഹ്മാനായ റഹീമായ റബ്ബേ, പടച്ചവനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഒരുപാട് പ്രവാസികളുണ്ട്, ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. യാ റബ്ബന, പ്രവാസ ലോകത്തിരുന്ന് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്, അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. അന്യായമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാ. നിന്നെ കാണാതെ, കൽബിൻ്റെ കണ്ണുകൊണ്ട് നിന്നെ ആസ്വദിക്കാതെ, ഈ കണ്ണുകൊണ്ട് മുത്തനബിയെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. റമദാൻ അനുകൂലമാക്കാതെ നീ ഞങ്ങളെ റൂഹ പിടിക്കല്ലേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ല. ആരൊക്കെ മരിച്ചിട്ടുണ്ടോ നിനക്കറിയാം, നീ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങളാരെയും പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. നരകം തന്ന് പരീക്ഷിക്കല്ലേ അല്ല. നീ സ്വർഗീയരായ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. നിൻ്റെ പാപമോചനം ഞങ്ങൾക്ക് തരണേ അല്ല. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ പെടുത്തണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തൊരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.